എല്ലാവർക്കും നമസ്കാരം. കേരള സർവീസ് റൂൾസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. KSRമായി ബന്ധപ്പെട്ട് മുൻകാല വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളുടെ ഒരു സീരീസ് നമ്മൾ ആരംഭിച്ചിരുന്നു. അതിലെ പാർട്ട് 10 ആണ് ഈ വീഡിയോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2023 ജനുവരിയിൽ നടന്ന കേരള സർവീസ് റൂൾ ഹയർ പരീക്ഷയ്ക്ക് ചോദിച്ച 100 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ KSRമായി ബന്ധപ്പെട്ട് 2 പുസ്തകങ്ങളാണ് നമുക്ക് റെഫർ ചെയ്യാനുള്ളത്. KSR വോളിയം 1 ആൻഡ് വോളിയം 2. KSR വോളിയം 1-ൽ ജനറൽ സർവീസ് കണ്ടീഷൻസ് ആൻഡ് ട്രാവലിംഗ് അലവൻസിനെ കുറിച്ച് പറയുന്നു. KSR വോളിയം 2-ൽ പെൻഷനെ പറ്റി പ്രതിപാദിക്കുന്നു. ഈ 2 പുസ്തകങ്ങളും പരീക്ഷാ ഹാളിലേക്ക് നമുക്ക് കൊണ്ടുപോകാവുന്നവയാണ്. KSR പരീക്ഷയ്ക്കുള്ള നിരവധി ചോദ്യങ്ങൾ ഈ പുസ്തകങ്ങളുടെ ഇൻഡെക്സ് നോക്കി തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടെത്താവുന്നവയാണ്. അപ്പോൾ KSR പരീക്ഷയുടെ ഡേറ്റൊക്കെ PC പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് ദിവസം മാത്രമാണ് എക്സാമിനുള്ളത്. അപ്പോൾ കിട്ടാവുന്ന സമയം മുഴുവൻ നമ്മൾ പഠനത്തിനായിട്ട് മാറ്റി വയ്ക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ വർക്കൗട്ട് ചെയ്യുക, തെറ്റിയ ചോദ്യങ്ങളൊക്കെ ഒരു നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക, അത് പലതവണ ആവർത്തി റിവിഷൻ ചെയ്യുക എന്നിവയാണ് നമ്മൾ ഈ സമയത്തൊക്കെ ചെയ്യേണ്ടത്. പിന്നെ ഈ KSRമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസിൻ്റെ എല്ലാം കൂടി നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം ഇപ്പം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് വളരെ എളുപ്പത്തിൽ എല്ലാവരും ശരിയാക്കാവുന്ന ബേസിക് ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആക്കുക എന്നതിലാണ്. ഇവിടെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കയ്യിലൊരു നോട്ട്ബുക്ക് ഉണ്ടാവുന്നത് വളരെയധികം നല്ലതാണ്. ഇതിൽ തെറ്റിച്ച ചോദ്യങ്ങൾ അല്ലെങ്കിൽ സംശയമുള്ള ചോദ്യങ്ങൾ, കൂടുതൽ ആവർത്തിക്കുന്ന ചോദ്യങ്ങളെല്ലാം നമ്മളൊരു പുസ്തകത്തിൽ എഴുതി വയ്ക്കുകയാണെങ്കിൽ നമുക്കത് റിവിഷൻ സമയത്ത് വളരെയധികം പ്രയോജനപ്പെടും. കൂടാതെ നമ്മുടെ കോൺഫിഡൻസ് ലെവലും നന്നായിട്ട് വർദ്ധിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ചോദ്യങ്ങൾ നോക്കാം. വാട്ട് ഈസ് എക്സ്ഗ്രേഷ്യ അലവൻസ്? എക്സ്ഗ്രേഷ്യ അലവൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി, അലവൻസ് ദാറ്റ് ക്യാൻ ബി ഗ്രാൻഡഡ് ടു ദ ഓഫീസേഴ്സ് ഹൂ ആർ ഓൺ ലീവ് വിത്തൗട്ട് അലവൻസസ്, ലെപ്രോസി, ക്യാൻസർ, ട്യൂബർകുലോസിസ്, എക്സെട്ര. ക്വസ്റ്റ്യൻ 2, സബ്സിസ്റ്റൻസ് അലവൻസ് മീൻസ്. സബ്സിസ്റ്റൻസ് അലവൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, മന്ത്ലി അലവൻസ് ഗ്രാൻഡഡ് ടു ദ ഓഫീസേഴ്സ് അണ്ടർ സസ്പെൻഷൻ. സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥർക്ക് അനുവദിക്കുന്ന മന്ത്ലി അലവൻസ്. അപ്പോൾ ഇത് KSRൻ്റെ ഇൻഡെക്സ് നോക്കി നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉത്തരത്തിലെത്താവുന്നതാണ്. ക്വസ്റ്റ്യൻ 3, ഫീ മീൻസ്. ഫീ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി, പേയ്മെൻറ്റ് മെയ്ഡ് ടു ആൻ ഓഫീസർ ഫ്രം എ സോഴ്സ് അതർ ദാൻ ജനറൽ റവന്യൂ ഓഫ് ദ സ്റ്റേറ്റ്. ഇത് KSRൻ്റെ ഡെഫിനേഷൻസ് എന്ന വിഭാഗത്തിൽ പെടുന്നതാണ്. KSR വോളിയം 1 പാർട്ട് 1-ലെ ആദ്യത്തെ പേജുകളിൽ ധാരാളം ഡെഫിനേഷനുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫീ എന്നതിൻ്റെ ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉത്തരത്തിലെത്താൻ സാധിക്കും. ക്വസ്റ്റ്യൻ 4, ആൻ ഓഫീസർ വിത്ത് 5 years ഓഫ് സർവീസ് സബ്മിറ്റഡ് ഹിസ് റിസിഗ്നേഷൻ ഫ്രം ദ പോസ്റ്റ് ആൻഡ് ദ സെയിം ആക്സെപ്റ്റഡ്. ലാറ്റർ ഹി വിഷ് ടു വിഡ്രോ the resignation. Who is authority to permit the withdrawal of resignation? 5 വർഷം സർവീസുള്ള ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം സ്വമേധയാ വിരമിക്കാനായിട്ട് റിക്വസ്റ്റ് കൊടുത്തു. പിന്നീട് അദ്ദേഹം തൻ്റെ റെസിഗ്നേഷൻ പിൻവലിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആരാണ് അതിന് അധികാരം നൽകുന്നത്? ആൻസർ, ദ അതോറിറ്റി ഹൂ ആക്സെപ്റ്റ് ദ റെസിഗ്നേഷൻ. രാജി സ്വീകരിച്ച അതോറിറ്റിക്കാണ് അതിനുള്ള അധികാരം. ക്വസ്റ്റ്യൻ 5, വാട്ട് ഈസ് ഫോറിൻ സർവീസ്? വിദേശ സർവീസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, സർവീസ് ഇൻ വിച്ച് ആൻ ഓഫീസർ റിസീവ്സ് ഹിസ് പേ ആൻഡ് അലവൻസസ് വിത്ത് സാങ്ഷൻ ഓഫ് ദ ഗവൺമെൻറ് ഫ്രം എനി സോഴ്സ് അതർ ദാൻ ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റ്. ക്വസ്റ്റ്യൻ 6, പെൻഷൻ കോൺട്രിബ്യൂഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ദ ഓഫീസർ ഓൺ ഫോറിൻ സർവീസ് വിൽ ബി റിയലൈസ്ഡ് ഫ്രം. ആൻസർ ഓപ്ഷൻ ഡി, ഫ്രം ദ ഫോറിൻ എംപ്ലോയർ. ക്വസ്റ്റ്യൻ 7, റേറ്റ് ഓഫ് പെൻഷൻ കോൺട്രിബ്യൂഷൻ ടു ആൻ ഓഫീസർ ഹൂ ഈസ് ഓൺ ഫോറിൻ സർവീസ്. ആൻസർ ഓപ്ഷൻ എ, 15% ഓഫ് ദ മാക്സിമം ഓഫ് ദ സ്കെയിൽ ഓഫ് പേ ഓഫ് ദ ഓഫീസർ ഓൺ ഫോറിൻ സർവീസ്. ക്വസ്റ്റ്യൻ 8, ആൻ ഓഫീസർ റിലീവഡ് ഫ്രം ദ ഫോറിൻ സർവീസ് ഓൺ 23rd December 2022 ആഫ്റ്റർ അവൈലിംഗ് ജോയിനിങ് ടൈം he reported for duty in the parent department on 3rd January 2023 forenoon.
ഫോറിൻ സർവീസ് ഓഫ് ദ ഓഫീസർ എൻഡ്സ് ഓൺ. ഒരു ഓഫീസർ ഫോറിൻ സർവീസിൽ നിന്ന് റിലീവായി 23 ഡിസംബർ 2022. പിന്നീട് അദ്ദേഹം തൻ്റെ ആദ്യത്തെ ഡിപ്പാർട്ട്മെൻറ്റിൽ ജനുവരി 3, 2023 പൂർവാനം ജോയിൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിദേശ സേവനം എന്നാണ് അവസാനിക്കുക എന്നാണ് ചോദ്യം. വിദേശ സേവനം അവസാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പഴയ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ തലേ ദിവസത്തെ ആയിരിക്കും. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ജനുവരി 2, 2023. ക്വസ്റ്റ്യൻ 9. പീരീഡ് വിച്ച് ഡോണ്ട് കൗണ്ട് ഫോർ ഇൻക്രിമെൻറ്റ്. ഇൻക്രിമെൻറ്റിനെ പരിഗണിക്കാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ലീവ് വിത്തൗട്ട് അലവൻസസ് ഫോർ സ്റ്റഡി പർപ്പസ്. അപ്പൻഡിക്സ് 12B പ്രകാരമുള്ള LWA വിത്ത് സ്റ്റഡി പർപ്പസ് ഇൻക്രിമെൻറ്റിനെ പരിഗണിക്കുന്നില്ല. ബാക്കിയുള്ള സ്റ്റഡി ലീവ്, മെറ്റേണിറ്റി ലീവ്, ജോയിനിങ് ടൈം എന്നിവ ഇൻക്രിമെൻറ്റിന് പരിഗണിക്കുന്നവയാണ്. ക്വസ്റ്റ്യൻ 10. പീരീഡ് ഓഫ് ലീവ് വിച്ച് ഈസ് കൗണ്ടഡ് ഫോർ ഇൻക്രിമെൻറ്റ്. ഇൻക്രിമെൻറ്റിനെ പരിഗണിക്കുന്ന അവധി ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ, മെറ്റേണിറ്റി ലീവ്. പ്രസവാവധി ഇൻക്രിമെൻറ്റിനെ പരിഗണിക്കുന്നുണ്ട്. പിന്നെ താഴെ കൊടുത്തിട്ടുള്ള ലീവ് ഫോർ സ്റ്റഡി പർപ്പസ്, പീരീഡ് ഓഫ് ലീവ് വിത്തൗട്ട് അലവൻസ്, ലീവ് വിത്തൗട്ട് അലവൻസ് ടു ടേക്ക് അപ്പ് എംപ്ലോയ്മെൻറ്റ് അബ്രോഡ്. അപ്പൻഡിക്സ് 12A പ്രകാരമുള്ള എംപ്ലോയ്മെൻറ്റ് അബ്രോഡിനും ഇൻക്രിമെൻറ്റ് കണക്കാക്കുന്നതിലേക്കായിട്ട് പരിഗണിക്കുന്നില്ല. ക്വസ്റ്റ്യൻ 11. മിനിമം ഡെത്ത് കം റിട്ടയർമെൻറ്റ് ഗ്രാറ്റുവിറ്റി ഇൻ ദ ഇവൻറ്റ് ഓഫ് ഡെത്ത് വൈൽ ഇൻ സർവീസ്. ആൻസർ ഓപ്ഷൻ സി, 12 months emoluments. Question 12. An officer resigned from service to take up further appointment under the government and later he joined to post. How many days of maximum break between the two service for which they are treated as service? Answer option B, joining time admissible. Question 13. Ground on which stagnation increments are not sanctioned to the officers who are drawing maximum of scale of pay and increments are due. Answer option C, disciplinary proceedings are pending against the officer. Question number 14. Earn leave calculationുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. Earn leave at credit of an officer on 1st November 2019 was 86/8/11. He was on earn leave from 1st April 2020 for 30 days. Earn leave at his credit as on 1st June 2020. ഒരു ഉദ്യോഗസ്ഥൻ്റെ അക്കൗണ്ടിൽ നവംബർ 1, 2019 86/8/11 ഏൺ ലീവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഏപ്രിൽ 1, 2020 30 ദിവസത്തെ ഏൺ ലീവ് എടുത്തു. തുടർന്ന് അദ്ദേഹത്തിന് ജനുവരി 1, 2020 അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റായിട്ട് എത്ര ഏൺ ലീവ് ഉണ്ടായിരിക്കുക എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഈ ഏൺ ലീവ് എന്ന് പറയുന്നത് 11 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം ആണ് നമുക്ക് ഏൺ ലീവായിട്ട് കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ ഡേയ്സ് ഡിവൈഡ് ബൈ 11 ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏൺ ലീവ് കിട്ടും. അപ്പോൾ ഇവിടെ നവംബർ 1, 2019 തൊട്ട് ജൂൺ 1, 2020 വരെയുള്ള ദിവസങ്ങൾ കണ്ടുപിടിക്കുക. അത്രയും ദിവസങ്ങളെ ബൈ 11 ചെയ്യുക. കിട്ടുന്ന ആൻസർ 86/8/11 ആയിട്ട് ആഡ് ചെയ്യുക. തുടർന്ന് കിട്ടുന്ന ഉത്തരത്തിൽ നമ്മളിപ്പോൾ ഇയാൾ 30 ദിവസം ലീവ് എടുത്തെന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് 30 ദിവസം മൈനസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, 73/4/11. Question 15. An officer in a vacation department has attended duty for all the days of vacation. Answer option B, his earn leave calculated at 1/11 for all the days including vacation. Question 16. earn leave calculationുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ആയതിൻ്റെ വിസ്തീർണം മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ നൽകുന്നതായിരിക്കും. Question 17. An officer transferred from Parshala to Kasaragod 580 km. He is eligible for journey time for dash days by rail. Answer option B, 2 days. Question 18. PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. Question 19. സാലറി ഫിക്സേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ആയതിൻ്റെ വിസ്തീർണം മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ നൽകുന്നതായിരിക്കും. Question 20. An officer entered service on 16th March 2018. He was on leave without allowance for 30 days from 1st April 2019. Half pay leave at his credit as on 16th
മാർച്ച് 2022. ഒരാൾ അദ്ദേഹത്തിൻ്റെ സേവനം മാർച്ച് 16, 2018 മുതൽ ആരംഭിച്ചു. അദ്ദേഹം ഏപ്രിൽ 1, 2019 മുതൽ 30 ദിവസം ശൂന്യവേതനാവധിയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹാഫ് പേ ലീവ് അദ്ദേഹത്തിന് എത്ര ഉണ്ടാകും മാർച്ച് 16, 2022 വരെ എന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഈ ഹാഫ് പേ ലീവ് എന്ന് പറയുന്നത് ഓരോ വർഷവും 20 എന്ന കണക്കിന് ഓരോ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. അപ്പോൾ ഇപ്പോൾ 16/3/2018 തൊട്ട് അടുത്ത വർഷം 16/3 ആകുമ്പോൾ അദ്ദേഹത്തിന് 20 ഹാഫ് പേ ലീവ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ കണക്കാക്കി വരികയാണെങ്കിൽ ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി 80 days ആണ്. കാരണം ഇതിൽ ശൂന്യവേതനാവധി ഈ ഹാഫ് പേ ലീവ് കണക്കാക്കുന്നതിലേക്കായിട്ട് നമ്മൾ പരിഗണിക്കുന്നില്ല. ഇപ്പോൾ 2018 മാർച്ച് 16 മുതൽ 2019 മാർച്ച് 16 20 ഹാഫ് പേ ലീവ്, 2020 മാർച്ച് 16 വീണ്ടും 20, അപ്പോൾ 40 ഹാഫ് പേ ലീവ്, 2021 മാർച്ച് 16 60 ഹാഫ് പേ ലീവ്, അപ്പോൾ ടോട്ടൽ 2022 മാർച്ച് 16 ആകുമ്പോൾ 80 ഹാഫ് പേ ലീവ്. അപ്പോൾ ഇങ്ങനെയാണ് കാൽക്കുലേഷൻ പോകുന്നത്. ക്വസ്റ്റ്യൻ 21. മാക്സിമം നമ്പർ ഓഫ് ലീവ് നോട്ട് ഡ്യൂ ദാറ്റ് ക്യാൻ ബി ഗ്രാൻഡഡ് ടു ആൻ ഓഫീസർ ഫോർ ഹിസ് എൻറ്റയർ സർവീസ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ എൻറ്റയർ സർവീസിൽ മാക്സിമം ലീവ് നോട്ട് ഡ്യൂ എത്രയാണ് ഗ്രാൻഡ് ചെയ്യാൻ സാധിക്കുക എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ 360 days. ക്വസ്റ്റ്യൻ 22. എലിജിബിലിറ്റി ഫോർ ഗ്രാൻഡ് ഓഫ് കമ്മ്യൂട്ടഡ് ലീവ്. കമ്മ്യൂട്ടഡ് ലീവ് അനുവദിക്കുന്നതിൻ്റെ പരിധി എത്രയാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി 3 years. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സേവനത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 3 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് കമ്മ്യൂട്ടഡ് ലീവ് എടുക്കാനായിട്ട് സാധിക്കുക. ക്വസ്റ്റ്യൻ 23. ഏൺ ലീവ് ഫോർ ദ ഫസ്റ്റ് ഇയർ ഓഫ് സർവീസ് വിൽ റീകാസ്റ്റ്. ആൻസർ ഓപ്ഷൻ സി ഓൺ കംപ്ലീഷൻ ഓഫ് 3 years ഓഫ് സർവീസ്. അതായത് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സേവനകാലത്തിൻ്റെ ആദ്യത്തെ വർഷത്തിലുള്ള ഏൺ ലീവ് 22/1 എന്ന നിരക്കിലാണ് ആദ്യം കണക്കാക്കുന്നത്. 22 ദിവസം ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം നമുക്ക് ഏൺ ലീവ് അനുവദിക്കും. ഇത് പിന്നീടുള്ള വർഷങ്ങളിലെല്ലാം 11/1 എന്ന നിരക്കിലായിരിക്കും. 11 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം ഏൺ ലീവ് അനുവദിക്കും. ഈ ആദ്യത്തെ ഒരു വർഷത്തെ കണക്ക് 22/1 എന്ന കണക്ക് 3 വർഷത്തിന് ശേഷം നമ്മൾ മാറ്റി 11/1 എന്ന നിലയ്ക്കാണ് പിന്നീട് പരിഗണിക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ വർഷത്തെ ഏൺ ലീവ് എപ്പോഴാണ് റീകാസ്റ്റ് ചെയ്യുക എന്നതാണ്. ആൻസർ ഓൺ കംപ്ലീഷൻ ഓഫ് 3 years ഓഫ് സർവീസ് എന്നാണ്. ക്വസ്റ്റ്യൻ 24. സ്റ്റഡി ലീവ് ടു ആൻ ഓഫീസർ ക്യാൻ ബി ഗ്രാൻഡഡ് ഫോർ മാക്സിമം പീരീഡ് ഓഫ്. സ്റ്റഡി ലീവ് പരമാവധി എത്ര നാളത്തേക്കാണ് അനുവദിക്കുക എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി 24 months. ക്വസ്റ്റ്യൻ 25. മാക്സിമം ഡേയ്സ് ഓഫ് ലീവ് വിത്തൗട്ട് അലവൻസ് ഇൻ കണ്ടിന്യൂസ് മാറ്റേണിറ്റി ലീവ് വിച്ച് റെക്കഗ്നൈസ്ഡ് ഫോർ ഇൻക്രിമെൻറ്റ്. ഇൻക്രിമെൻറ്റിന് പരിഗണിക്കത്തക്ക രീതിയിൽ പ്രസവാവധിക്ക് തുടർച്ചയായിട്ട് എത്ര നാളാണ് നമുക്ക് ശൂന്യവേതനാവധി എടുക്കാൻ സാധിക്കുക എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി 60 days. ക്വസ്റ്റ്യൻ 26. ആൻ ഓഫീസർ വാസ് ഓൺ ഹാഫ് പേ ലീവ് ഫ്രം 1st February 2021 to 31st October 2021. ഹൗസ് റെൻറ്റ് ആൻഡ് അതർ കോമ്പൻസേറ്ററി അലവൻസ് ക്യാൻ ബി ഗ്രാൻഡഡ് ടു എ മാക്സിമം പീരീഡ് ഓഫ്. ആൻസർ ഓപ്ഷൻ ബി 180 days. ക്വസ്റ്റ്യൻ 27. എ വില്ലേജ് അസിസ്റ്റൻറ്റ് റിട്ടയർഡ് ഫ്രം സർവീസ് ഓൺ സൂപ്പറാനുവേഷൻ. He has 18 years of regular service and 40 years of contingent service. His qualifying service for pension is. Answer option D 25 years. ഇത് ക്വാളിഫയിങ് സർവീസ് കണക്കാക്കാനുള്ള ചോദ്യമാണ്. അപ്പോൾ KSRൻ്റെ പ്രോബ്ലംസ് എല്ലാം കൂടി നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ 28. വാട്ട് ഈസ് ദ മിനിമം ക്വാളിഫയിങ് സർവീസ് ഫോർ റിട്ടയറിംഗ് പെൻഷൻ? ആൻസർ ഓപ്ഷൻ എ 20 years. ക്വസ്റ്റ്യൻ 29. മാക്സിമം ഡെത്ത് കം റിട്ടയർമെൻറ്റ് ഗ്രാറ്റുവിറ്റി ഹു റിട്ടയർ ഫ്രം സർവീസ് ഈസ്. ആൻസർ ഓപ്ഷൻ എ 16 1/2 months emoluments. ക്വസ്റ്റ്യൻ 30. മിനിമം ഡെത്ത് കം റിട്ടയർമെൻറ്റ് ഗ്രാറ്റുവിറ്റി എലിജിബിൾ ഫോർ ഇൻവാലിഡ് പെൻഷൻ. ആൻസർ ഓപ്ഷൻ ഡി 12 months emoluments. ക്വസ്റ്റ്യൻ 31. When a government servant dies during the first year of service, his family is eligible to receive gratuity of. Answer option B 2 months emoluments. Question 32.
മാക്സിമം ഡേയ്സ് ഓഫ് ലീവ് ഫോർ ഹിസ്റ്ററക്ടമി ഫോർ ഫീമെയിൽ എംപ്ലോയീസ്. ആൻസർ ഓപ്ഷൻ ഡി 45 days. ക്വസ്റ്റ്യൻ 33. സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് ഈസ് ട്രീറ്റഡ് ആസ്. പ്രത്യേക അവശതാവധി എന്തായിട്ടാണ് പരിഗണിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ഡ്യൂട്ടി ആയിട്ടാണ് പ്രത്യേക വൈകല്യ അവധി അല്ലെങ്കിൽ പ്രത്യേക അവശതാവധി പരിഗണിക്കുന്നത്. ക്വസ്റ്റ്യൻ 34. ലീവ് സാലറി ഫോർ സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് ഈസ്. ആൻസർ ഓപ്ഷൻ എ earn leave salary for the first 4 months and half pay leave salary thereafter. Question 35. Hospital leave may be granted to. Answer option C last grade servants of all departments. ലാസ്റ്റ് ഗ്രേഡ് സർവൻസിനാണ് ഹോസ്പിറ്റൽ ലീവ് ബാധകമായിട്ടുള്ളത്. ക്വസ്റ്റ്യൻ 36. മിനിമം പീരീഡ് ഓഫ് സർവീസ് റിക്വയർഡ് ഫോർ ദ എലിജിബിലിറ്റി ഓഫ് സ്റ്റഡി ലീവ് ഈസ്. പഠനാവധിക്ക് എത്ര വർഷത്തെ സേവനമാണ് ഒരു ഉദ്യോഗസ്ഥന് മിനിമം അദ്ദേഹത്തിൻ്റെ സേവനകാലത്ത് ഉണ്ടായിരിക്കേണ്ടത്? ആൻസർ ഓപ്ഷൻ ബി 5 years. ക്വസ്റ്റ്യൻ 37. ലീവ് സാലറി ഫോർ സ്റ്റഡി ലീവ് ഈസ്. ആൻസർ ഓപ്ഷൻ എ ഹാഫ് പേ ലീവ് സാലറി എക്സ്ക്ലൂഡിംഗ് ഡിയർനെസ് അലവൻസ്. ക്വസ്റ്റ്യൻ 38. പെൻഷൻ കോൺട്രിബ്യൂഷൻ ഓഫ് ആൻ ഓഫീസർ ഓൺ ഫോറിൻ സർവീസ് ഷാൽ ബി റെമിറ്റഡ് ടു ഗവൺമെൻറ്. The last date for remittance of pension contribution is. Answer option C within 15 days from each end of the calendar year. Question 39. Maximum number of days of absence from duty combined with casual leave, Sundays and other holidays at a time. Answer option B 15 days. അതായത് ഒറ്റ സ്ട്രെസ്സിൽ എത്ര ക്യാഷ് ലീവാണ് ഒരു ഉദ്യോഗസ്ഥന് എടുക്കാൻ സാധിക്കുക എന്നാണ് ചോദ്യം. ആൻസർ 15 ദിവസമാണ്. 15 ദിവസം അടുപ്പിച്ച് മാത്രമാണ് നമുക്ക് ക്യാഷ് ലീവ് എടുക്കാൻ സാധിക്കുന്നത്. ക്വസ്റ്റ്യൻ 40. മാക്സിമം നമ്പർ സ്പെഷ്യൽ ക്യാഷ് ലീവ് എലിജിബിൾ ടു ആൻ ഓഫീസർ ഹൂ റെപ്രസെൻറ്റ്സ് ഇന്ത്യ ഇൻ ഇൻ്റർനാഷണൽ സ്പോർട്സ് ഇവൻറ്റ്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇൻ്റർനാഷണൽ സ്പോർട്സ് ഇവൻറ്റുകളിൽ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് എത്ര ദിവസത്തെ സ്പെഷ്യൽ ക്യാഷ് ലീവ് ആണ് പരമാവധി അനുവദിക്കുക എന്നതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി 90 days. ക്വസ്റ്റ്യൻ 41. ആൻ ഓഫീസർ ട്രാൻസ്ഫേർഡ് ടു എ ന്യൂ വിച്ച് ഈസ് സിറ്റുവേറ്റഡ് 200 meters away from the present office. Joining time admissible to the officer. Answer option B 1 day including holiday. Question 42. How overstayal of joining time regularized? Answer option A by granting eligible leave. Question 43. Eligibility of joining time is. Answer option D transfer to a new station which is situated more than 8 kilometers away from the present office and it necessitates changes of residence. അതായത് 8 കിലോമീറ്ററിന് മേലെ വരുന്ന ട്രാൻസ്ഫറുകൾക്കാണ് നമ്മൾ ജോയിനിങ് ടൈമായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. ബാക്കി ഒന്നിനും ജോയിനിങ് ടൈം എന്ന നിലയ്ക്ക് നമ്മൾ അനുവദിച്ചു പോരുന്നില്ല. ക്വസ്റ്റ്യൻ 44. മാക്സിമം ഡേയ്സ് ഓഫ് ജോയിനിങ് ടൈം അഡ്മിസിബിൾ ഈസ്. പരമാവധി ജോയിനിങ് ടൈം അഡ്മിസിബിൾ ആകാവുന്നത് എത്രയാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി 30 days. അതായത് കേരളത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥന് ഇപ്പോൾ ഡൽഹിയിലോട്ട് എങ്ങാനും ട്രാൻസ്ഫർ ആവുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഡൽഹിയിൽ ജോയിനിങ് ചെയ്യാനായിട്ട് ജോയിനിങ് ടൈം ഒരു 30 ദിവസം അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പരമാവധി 30 ദിവസമായിട്ട് നമുക്ക് ജോയിനിങ് ടൈം നിജപ്പെടുത്തിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ 45. ഏൺ ലീവ് കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ 34 1/11 ആണ്. ആയതിൻ്റെ വിശദീകരണം നമ്മൾ മറ്റൊരു വീഡിയോയിൽ നൽകുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ 46. ആൻ ഓഫീസർ റിട്ടയർഡ് ഫ്രം സർവീസ് ഓൺ സൂപ്പർ ആനുവേഷൻ. ഹി ഹാസ് 26 years 2 months and 19 days ഓഫ് ക്വാളിഫയിങ് സർവീസ്. നെറ്റ് ക്വാളിഫയിങ് സർവീസ് ഫോർ പെൻഷനീസ്. ആൻസർ ഓപ്ഷൻ സി 26 years ആണ്. അതായത് ഒരാൾ സാധാരണ രീതിയിൽ ഏജായിട്ട് റിട്ടയർ ആവുന്നതിനെയാണ് നമ്മൾ സൂപ്പർ ആനുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പരിഗണിക്കാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ ക്വാളിഫയിങ് സർവീസ് നമ്മൾ നോക്കുന്നുണ്ട് പെൻഷന് പരിഗണിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ 26 years 2 months എന്നൊക്കെ പറയുന്നത് നമ്മൾ അതിൻ്റെ റൗണ്ട് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ചെയ്ത ഇയേഴ്സ് മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ ആൻസറായിട്ട് വരുന്നത് 26 years ആണ്. സപ്പോസ് ഇവിടെ 29 years and 1 days എന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്വാളിഫയിങ് സർവീസ് 30 years ആയിട്ട് നമ്മൾ റൗണ്ട് ചെയ്യും. 29ൻ്റെ കേസിൽ മാത്രമാണ് ഒരു എക്സെപ്ഷൻ ഉള്ളത്. ബാക്കിയുള്ള എല്ലാ സർവീസും നമ്മൾ
അതിൻ്റെ ഏറ്റവും കുറഞ്ഞ അല്ലെങ്കിൽ പൂർത്തീകരിച്ച കാലയളവ് മാത്രമാണ് പരിഗണിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ 26 years 2 months എന്നുള്ളത് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 26 years മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ ക്വാളിഫയിങ് സർവീസ്. Question 47. An officer retired from service on superannuation. He has 32 years 1 month and 12 days of qualifying service. His qualifying service is rounded to. അപ്പോൾ നേരത്തെ ക്വസ്റ്റിനായിട്ട് വളരെയധികം ബന്ധമുള്ള ചോദ്യമാണ്. നേരത്തെ 26 years and 2 months ആണ് തന്നിരുന്നെങ്കിൽ ഇവിടെ 32 years and 1 month ആണ് തന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 29 years വരെ നമ്മൾ റൗണ്ട് ചെയ്യുന്നത് ഏറ്റവും അല്ലെങ്കിൽ പൂർത്തിയാക്കിയ വർഷങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. 29 years and 1 month ആണെങ്കിൽ അത് 30ലേക്ക് റൗണ്ട് ചെയ്യും. അതേപോലെ 32 years and 1 month ആണെങ്കിൽ 33 yearsലേക്ക് റൗണ്ട് ചെയ്യും. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി 33 years ആണ്. Question 48. The appointing authority can retire an officer who have completed 30 years of qualifying service on public interest. The procedure for such retirement is. Answer option D. Issue notice in writing to the officer at least 3 months in advance. Question 49. പെൻഷൻ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ആയതിൻ്റെ വിസ്തീർണം മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ നൽകുന്നതായിരിക്കും. Question 50. A high school teacher whose date of birth is 1st July 1968. He is due to retire from service on. ഒരു ഹൈസ്കൂൾ അധ്യാപകൻ്റെ ജനനതീയതി ജൂലൈ 1, 1968 അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് തീയതി കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം റിട്ടയർമെൻറ്റ് ഏജ് എന്ന് പറയുന്നത് 56 വർഷമാണ്. അപ്പോൾ 1/7/1968 ജനിച്ചതെങ്കിൽ റിട്ടയർ ആവേണ്ടത് 1968 കൂടെ 56 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2024 റിട്ടയർ ആവേണ്ടതെന്ന് മനസ്സിലാവും. പിന്നെ മാസത്തിലെ ആദ്യത്തെ ദിവസമാണ് ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിൽ പിന്നെ റിട്ടയർ ആവേണ്ടത് തൊട്ട് മുമ്പത്തെ മാസത്തിലെ അവസാന ദിവസമായിരിക്കണം. അപ്പോൾ നോർമൽ കേസിൽ ഇതിൻ്റെ ആൻസറായിട്ട് വരേണ്ടത് 30/6/2024 പക്ഷേ ഇതൊരു ടീച്ചിങ് സ്റ്റാഫിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അധ്യാപകരെല്ലാം റിട്ടയർ ആവേണ്ടത് മാർച്ച് അവസാന ദിവസമാണ്. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് 31st March 2024. Question 51. An officer drawing ₹65,200 is included into which grade of officers for the purpose of travelling allowance? അപ്പോൾ നമുക്ക് അറിയാം KSR വെച്ചിട്ട് ട്രാവലിംഗ് അലവൻസ് കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട് ഓഫീസേഴ്സിനെ നിരവധി ഗ്രേഡുകളാക്കി തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ പുതിയ പേ റിവിഷൻ പ്രകാരമാണ് ഇങ്ങനെ ഗ്രേഡായിട്ട് തരംതിരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഗ്രേഡ് 1 ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക് പേ 70,000 അതിന് മേലും മേടിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. അതിന് താഴെയാണ് ഗ്രേഡ് 2A വരുന്നത്. അതിന് താഴെ ഗ്രേഡ് 2B വരുന്നുണ്ട്. അതിന് താഴെ ഗ്രേഡ് 3 വരുന്നുണ്ട്. ഇങ്ങനെ 4 തരത്തിലുള്ള ഗ്രേഡായിട്ടാണ് ഉദ്യോഗസ്ഥരെ തരംതിരിച്ചിട്ടുള്ളത് ബേസ്ഡ് ഓൺ ബേസിക് പേ. അപ്പോൾ ഇവിടെ ബേസിക് പേ 65,200 വരുന്ന ഉദ്യോഗസ്ഥൻ ഏത് കാറ്റഗറി പെടുന്നതാണ് ചോദ്യം. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ഗ്രേഡ് 2A ആണ്. Question 52. സൂപ്പറാനുവേഷൻ പെൻഷൻ ഈസ് ഗ്രാൻഡഡ് ടു എ മാക്സിമം ഓഫ്. പരമാവധി സൂപ്പറാനുവേഷൻ പെൻഷൻ അനുവദിക്കാവുന്ന തുക എത്രയാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി 83,400 രൂപ. അതായത് ഏറ്റവും പുതിയ പേ റിവിഷൻ 2021 പ്രകാരം ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന പരമാവധി പെൻഷൻ തുകയാണ് 83,400 രൂപ. സൂപ്പറാനുവേഷൻ പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ റിട്ടയർ ആവുന്ന ഒരാളുടെ കാര്യമാണ്. ഏജായിട്ട് റിട്ടയർ ആവുന്ന കാര്യങ്ങൾക്കുള്ള പെൻഷനാണ് സൂപ്പറാനുവേഷൻ പെൻഷൻ. അപ്പോൾ അത് കിട്ടാവുന്ന മാക്സിമം എമൗണ്ടാണ് 83,400 രൂപ. Question 53. മാക്സിമം എമൗണ്ട് ഓഫ് എക്സ്ഗ്രേഷ്യ പെൻഷൻ ഈസ്. എക്സ്ഗ്രേഷ്യ പെൻഷൻ്റെ പരമാവധി എമൗണ്ട് എത്രയാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ 10,600 രൂപ. Question 54. അത് പെൻഷൻ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ആയതിൻ്റെ വിസ്തീർണം മറ്റൊരു ക്ലാസ് നൽകുന്നതായിരിക്കും. നെക്സ്റ്റ് Question 55. എ ഹൈസ്കൂൾ ടീച്ചർ ഈസ് പ്രൊമോട്ടഡ് ആസ് ഹെഡ് മാസ്റ്റർ ആൻഡ് ഹി ടുക്ക് ചാർജ് ഓൺ 15th June 2022. ഫ്രം വിച്ച് ഡേറ്റ് ഹിസ് ഏൺ ലീവ് ഈസ് കാൽക്കുലേറ്റഡ്. അതായത് ഒരു ഹൈസ്കൂൾ ടീച്ചർ June 15, 2022 ഹെഡ് മാസ്റ്ററായിട്ട് ചാർജ് എടുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏൺ ലീവ് ഏത് ദിവസം തൊട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി ഫ്രം 1st June 2022.
ആ മാസത്തിലെ ആദ്യത്തെ ദിവസം തൊട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ 56. മിനിമം സർവീസ് റിക്വയർഡ് ഫോർ എ ഗവൺമെൻറ് സർവൻറ്റ് ഹു ഡൈസ് വൈൽ ഇൻ സർവീസ് ഫോർ ഫാമിലി പെൻഷൻ ടു ഹിസ് ഫാമിലി. അതായത് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം സർവീസിലിരിക്കെ മരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഫാമിലി പെൻഷൻ കിട്ടണമെങ്കിൽ എത്ര വർഷത്തെ മിനിമം സർവീസ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണമായിരുന്നു എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി, നോ മിനിമം സർവീസ് ഈസ് റിക്വയർഡ്. മിനിമം സർവീസിൻ്റെ ആവശ്യമില്ല. ക്വസ്റ്റ്യൻ 57. ഹൗ എക്സസ് പേയ്മെൻറ്റ്സ് മെയ്ഡ് ടു ആൻ ഓഫീസർ ബിഫോർ ഹിസ് റിട്ടയർമെൻറ്റ് ആൻഡ് ലേറ്റർ ഡിറ്റക്റ്റഡ് വിത്തിൻ 4 years ഓഫ് റിട്ടയർമെൻറ്റ്. ആൻസർ ഓപ്ഷൻ സി, from the pension in monthly installments not exceeding 10% of total pension. Question 58. Which of the following is not eligible for pension? താഴെ പറയുന്നവയിൽ ഏതാണ് പെൻഷന് പരിഗണിക്കാത്തത്? ആൻസർ ഓപ്ഷൻ ബി, ഓഫീസേഴ്സ് ഡിസ്മിസ്ഡ് ഓർ റിമൂവ്ഡ് ഫ്രം സർവീസ് ഓഫ് മിസ്കണ്ടക്ട്. ഇപ്പോൾ ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന് പെൻഷനായിട്ട് പരിഗണിക്കുന്നില്ല. Question 59. Provisional pension is. Answer option D, pension sanctioned to the officers who are compulsory retired from service not exceeding the pension based on qualifying service which would have been admissible on the date of retirement. Question 60. Compassionate allowance may sanction to. Answer option A, officers who are dismissed or removed from service. Question 61. Compensation pension is. Answer option A, when an officer is discharged from service due to abolition of his post, unless he is appointed to another post, he will be paid with compensation pension which he may be entitled. അപ്പോൾ ഇതെല്ലാം KSR വോളിയം 2 പെൻഷനെ പറ്റി സംബന്ധിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ പെൻഷനായിട്ട് ബന്ധപ്പെട്ട ഇൻഡെക്സ് പേജുകളൊക്കെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലെത്താവുന്നവയാണ്. ഡെഫിനേഷൻസുകളൊന്നും അങ്ങനെ പെട്ടെന്ന് കാണപ്പെടാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ എവിടെ കിടക്കുന്നു എന്നത് പുസ്തകം നോക്കി നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ക്വസ്റ്റ്യൻ 62. ദ റേറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ഈസ്. ഗ്രാറ്റുവിറ്റിയുടെ നിരക്ക് എത്രയാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി, 1/2 months emoluments for each completed year of qualifying service. Question 63. Officers are eligible for spectacle allowance. Answer option B, once in 5 years. അതായത് 5 വർഷത്തിലൊരിക്കലാണ് ഉദ്യോഗസ്ഥർക്ക് കണ്ണട അലവൻസിന് അർഹതയുണ്ടാവാൻ സാധിക്കുക. നിലവിലെ റേറ്റ് പ്രകാരം 1500 രൂപയാണ് നമുക്ക് കണ്ണട മേടിക്കാനായിട്ട് 5 വർഷത്തിലൊരിക്കൽ സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. Question 64. Special allowance to differently abled employees is. Answer option D, 1100, 1100. Question 65. Incidental charges admissible in the air journey. Answer option D, limited to 1 daily allowance. Question 66. Which of the leave is not eligible for temporary officers? താൽക്കാലിക ഉദ്യോഗസ്ഥർക്ക് അനുവദനീയമല്ലാത്ത അവധി ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി, ലീവ് നോട്ട് ഡ്യൂ. Question 67. Leave for enquiry into sexual harassment against female officers are limited to. Answer option D, 45 days. Question 68. Maximum number of earned leave at credit of a part-time employee. Answer option B, 120 days. Question 69. DA കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ആയതിൻ്റെ വിസ്തീർണം മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ നൽകുന്നതായിരിക്കും. Question 70. Eligibility for charge allowance of full additional charge. An officer should hold full additional charge of an additional post for period of. Answer option C, exceeding 14 working days. Question 71. Charge allowance for additional charge for current duties if only the additional charge for the period of. Answer option D, exceeding 1 month. Question 72. Charge allowance to an officer is not eligible for the period exceeding. Answer option D, 3 months. Question 73. Refixation of pay consequent on promotion to higher post will be done.
Answer option B, on the date of increment of the lower post. Question 74. Rule 28 of Kerala Service Rules applies only if. Answer option A, promotion from permanent post to permanent post and the minimum, the higher time scale exceeding rupees 95,600. അതായത് 95,600 രൂപയ്ക്ക് മേലെയുള്ള സാലറി ഫിക്സേഷൻ പ്രോബ്ലംസ് എല്ലാം ചെയ്യാനായിട്ടാണ് നമ്മൾ റൂൾ 28 ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് പുസ്തകം നോക്കി എഴുതാവുന്ന ചോദ്യമാണ്. റൂൾ 28 കേരള സർവീസ് റൂൾസ് പുസ്തകം നോക്കി റെഫർ ചെയ്യുക, അങ്ങനെ നമുക്ക് ഉത്തരത്തിലെത്താവുന്നതാണ്. പിന്നെ ഈ 95,600 രൂപയുടെ കണക്ക് എന്ന് പറയുന്നത് ഏറ്റവും പുതിയ പേ റിവിഷൻ പ്രകാരമുള്ള വാല്യൂ ആണ്. അപ്പോൾ പരീക്ഷയ്ക്ക് മുമ്പ് പുതിയ പേ റിവിഷൻ 2021 ഉള്ള കാര്യങ്ങൾ ഒന്ന് ഓടിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. ക്വസ്റ്റ്യൻ 75. ഡിഫറൻസ് ബിറ്റ്വീൻ ദ അപ്ലിക്കേഷൻസ് ഓഫ് റൂൾ 28 ആൻഡ് റൂൾ 37A ഓഫ് KSR. ഇവ രണ്ടും സാലറി ഫിക്സേഷനുമായി ബന്ധപ്പെട്ട റൂൾസ് ആണ്. അപ്പോൾ KSRൻ്റെ പുസ്തകം നോക്കി ഇവ രണ്ടും റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലെത്താവുന്നവയാണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. റീഫിക്സേഷൻ പേ ഈസ് അലൗഡ് ഇൻ റൂൾ 37A ആൻഡ് നോ റീഫിക്സേഷൻ ഓഫ് പേ ഇൻ റൂൾ 28. അതായത് പേ റീഫിക്സേഷനൊക്കെ വരുന്നത് റൂൾ 37A റൂൾ 28 റീഫിക്സേഷൻ ഓഫ് പേ ഒന്നും വരുന്നില്ല. ക്വസ്റ്റ്യൻ 76. ദ ഓഫീസേഴ്സ് വർക്കിംഗ് ഇൻ ഹിൽ സ്റ്റേഷൻസ് ആർ എലിജിബിൾ ഫോർ ഹിൽ ട്രാക്ട് അലവൻസ്. ആൻ ഓഫീസർ ഡ്രോവിംഗ് rupees 55,200 ഈസ് എലിജിബിൾ ഫോർ ഹിൽ ട്രാക്ട് അലവൻസ് ഓഫ് rupees. ആൻസർ ഓപ്ഷൻ എ 500. നെക്സ്റ്റ് സാലറി ഫിക്സേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ക്വസ്റ്റ്യൻ 77. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ആയതിൻ്റെ വിസ്തീർണം മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ നൽകുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ 78 സാലറി ഫിക്സേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ക്വസ്റ്റ്യൻ 79 സാലറി ഫിക്സേഷനാണ്. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ക്വസ്റ്റ്യൻ 80. ഫോർ ഡ്രോവൽ ഓഫ് പെർമനൻറ്റ് ട്രാവലിംഗ് അലവൻസ് ഇൻ ഫുൾ ഫോർ എ മന്ത്, how many days an officer should travel in a month? Answer option B, 15 days. Duration of halt is calculated. Answer option C, from the end of onward journey to the beginning of return journey. അങ്ങനെയാണ് ഹാൾട്ടിൻ്റെ ഡ്യൂറേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ക്വസ്റ്റ്യൻ 82. മിനിമം ട്രാവലിംഗ് അലവൻസ് അഡ്മിസിബിൾ ടു ആൻ ഓഫീസർ. ഒരു ഉദ്യോഗസ്ഥന് അനുവദിക്കുന്ന ഏറ്റവും കുറഞ്ഞ യാത്രാഭത്ത നിരക്ക് എത്രയാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ 1 ഡെയിലി അലവൻസ്. ക്വസ്റ്റ്യൻ 83. വാട്ട് ഈസ് മൈലേജ് അലവൻസ്? ആൻസർ ഓപ്ഷൻ സി, അലവൻസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ആൻഡ് മീറ്റ് ദ എക്സ്പെൻസസ് ഫോർ ജേർണി. അപ്പോൾ ഇത് KSRൻ്റെ ഡെഫിനേഷൻസ് വിഭാഗത്തിലുണ്ട്. മൈലേജ് അലവൻസ് എന്നുള്ളത് ഇൻഡെക്സ് നമ്മൾ റെഫർ ചെയ്താൽ ഉത്തരത്തിലെത്താവുന്നതാണ്. ഇത് KSRൻ്റെ വോളിയം 1 പാർട്ട് 2 വരുന്ന ടോപ്പിക്കാണ്. ക്വസ്റ്റ്യൻ 84. വെൻ ദ ഇൻ്റർമീഡിയറ്റ് ഈസ് അഡ്മിസിബിൾ ഡ്യൂറിങ് ജേർണി. ആൻസർ ഓപ്ഷൻ ബി, ആഫ്റ്റർ ട്രാവലിംഗ് 200 കിലോമീറ്റേഴ്സ്. ക്വസ്റ്റ്യൻ 85. വെൻ ബോർഡിംഗ് ആൻഡ് ലോഡ്ജിങ് ആർ ഫ്രീ, ദ ഓഫീസേഴ്സ് ഓൺ ടൂർ വിൽ റിസീവ്. ആൻസർ ഓപ്ഷൻ സി, 1/4 ഡെയിലി അലവൻസ്. ക്വസ്റ്റ്യൻ 86. ഇഫ് ആൻ ഓഫീസർ ഈസ് സസ്പെൻഡഡ് വൈൽ ഓൺ ലീവ് വിത്തൗട്ട് അലവൻസസ്, ഫ്രം വിച്ച് ഡേ he will receive the subsistence allowance? Answer option A, from the next day of the expiry of leave without allowance. Question 87. ഇൻക്രിമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. ഇൻക്രിമെൻറ്റ് ദിവസമാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ആയതിൻ്റെ വിസ്തീർണം മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ നൽകുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ 88. ഹൗ ദ നോഷണൽ ഇൻക്രിമെൻറ്റ് ഈസ് കൺസിഡേർഡ് ഫോർ ദ ഫിക്സേഷൻ പേ ഇൻ ദ ഹയർ പോസ്റ്റ്. Answer option D, minimum pay of the higher post should not exceed the 95,600. Question 89. For transfer journey by rail, family of the officer will be eligible for. Answer option D, actual fare in the admissible class. Question 90. Journeys in 24 hours but in 2 calendar days will be treated as. Answer option C, incidental charges are calculated as in 1 day. Question 91. In the case of journeys within 50 kilometers from the headquarters, when should the officer return?
ആൻസർ ഓപ്ഷൻ എ, onward and return journeys should be performed on the same day. Question 92. Traveling allowance admissible for journeys below 32 kilometers. Answer option B, 1 daily allowance. Question 93. Maximum period of hospital leave is. Answer option C, actual period required for the treatment for recovery of injury or disease certified by the medical officer. Question 94. Leave salary for hospital leave is. Answer option A, equal to earned leave salary for the first 120 days and half pay leave salary thereafter. Question 95. Deputation to foreign service is granted normally for a period of. വിദേശ സേവനത്തിലേക്ക് ഡെപ്യൂട്ടേഷൻ നൽകുന്ന പരമാവധി കാലയളവ് എത്രയാണ് എന്നതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി, 5 years. 5 വർഷത്തേക്കാണ് പരമാവധി നമുക്ക് ഡെപ്യൂട്ടേഷനിൽ വിദേശ സേവനത്തിലേക്ക് പോകാൻ സാധിക്കുന്നത്. Question 96. Higher rate of family pension is sanctioned for a period of. Answer option B, 7 years. Question 97. Special casual leave admissible for blood donation. രക്തദാനത്തിന് അനുവദിക്കുന്ന പ്രത്യേക ആകസ്മിക അവധി എത്ര ദിവസമാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി, 1 day. രക്തദാനത്തിന് ഒരു ദിവസമാണ് നമുക്ക് സ്പെഷ്യൽ ക്യാഷ് ലീവ് അനുവദിച്ചിട്ടുള്ളത്. Question 98. ജോയിനിങ് പീരീഡായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. Question 99. Paternity leave should be availed within a period of. പിതൃത്വ അവധി എത്ര ദിവസത്തിനുള്ളിൽ എടുക്കണമെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി, വിത്തിൻ 90 days ഓഫ് കോൺഫൈൻമെൻറ്റ്. Question 100. അത് പെൻഷൻ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഈ KSRൽ നമ്മൾ ചോദിച്ചിട്ടുള്ള എല്ലാ പ്രോബ്ലംസിൻ്റെ ഒക്കെ കൂടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ വിത്ത് എക്സ്പ്ലനേഷൻ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എല്ലാവരും ശരിയാക്കുന്ന വളരെ എളുപ്പത്തിലുള്ള ചോദ്യങ്ങൾ എത്രയും വേഗം നമ്മൾ ശരിയാക്കുക എന്നതിലാണ്. മുൻകാല വർഷങ്ങളിൽ ആവർത്തിച്ച് വന്നിട്ടുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ ധാരാളം വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു 60 to 70% മാർക്ക് നമുക്ക് ലഭിക്കും. എക്സാം പാസ്സാവാനായിട്ട് നമുക്കൊരു 40% മാർക്ക് ആണ് വേണ്ടത്. ഇപ്പോൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാതെ തന്നെ ബാക്കിയുള്ള ഏരിയാസൊക്കെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല സ്കോറിൽ എത്താൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് KSRുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള 100 ചോദ്യങ്ങളും അവിടെ ഉത്തരങ്ങളും. അപ്പോൾ ക്ലാസ്സുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. ഇതിൽ തെറ്റിയ ചോദ്യങ്ങളെല്ലാം ഒരു നോട്ട്ബുക്കിൽ പകർത്തി എഴുതുക. അപ്പോൾ റിവിഷൻ സമയത്ത് അതെല്ലാം വായിച്ചു നോക്കുകയാണെങ്കിൽ നമുക്കത് മെമ്മറിയിലൊക്കെ നിൽക്കാനായിട്ട് അത് വളരെയധികം ഹെൽപ്ഫുൾ ആകും. മറ്റൊരു ക്ലാസ്സിൽ പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.